ഹായ് ഹലോ നമസ്കാരം. ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉച്ചയൂണ് കറികളാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു ഇത്തിരി വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടിയിട്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാല കൂടി ഇട്ട്, അതുപോലെ തന്നെ ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ ആ മസാലയിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് നന്നായിട്ട് പരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെക്കണ നേരം കൊണ്ട് ഈ മസാലയൊക്കെ ഒന്നും പിടിച്ച് വരും. ഇനി നമുക്ക് ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളിക്കറിയും പയറുതോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പിലയും. ഇനി അതൊരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 3-4 മിനിറ്റ് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരത്തിൻ്റെ 2ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഏകദേശം അരമുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1ാം പാൽ മാറ്റി വെച്ച് 2ാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, ഏകദേശം 1 സ്പൂണോളം തന്നെ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പുപൊടി. ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തുള്ളത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തക്കാളി വെന്ത് തന്നെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പയറൊന്ന് കുക്കറിലിടുന്നുണ്ട്. ഞാൻ ഉണക്കപ്പയർ ഇത് ഉപ്പേരിക്കായിട്ടാണ്. അപ്പോൾ നന്നായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം, അപ്പോൾ പയറിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ട് നന്നായിട്ട് അതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അരമുറി നാളികേരത്തിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് 1ാം പാൽ പിഴിഞ്ഞെടുത്തുള്ളത്. പിന്നെ അതിലേക്ക് പിഴിഞ്ഞെടുത്തതിന് ശേഷം 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് 2ാം പാലും പിഴിഞ്ഞെടുത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1ാം പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കി. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മൂപ്പിച്ച് വറവിട്ട് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ കുറച്ച് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പം മുഴുവനായിട്ട് പിടിച്ചിട്ടില്ല, എന്നാലും നമ്മൾ കുറച്ച് അതിൽ നിന്നെടുത്ത് ഫ്രൈ ചെയ്യണ്. അപ്പോൾ എത്ര നേരം മസാല പിടിക്കാൻ വെക്കുന്ന അത്രയ്ക്കും ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിക്കുള്ള ഉണക്കപ്പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കർ ചൂടാറിയതിന് ശേഷം തുറന്ന് പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് നന്നായി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകൊന്ന് നടുകീറിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒന്ന് തീ കുറച്ചതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ വേവിച്ച് വെച്ച പയർ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പയറുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാങ്ങാച്ചാറാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറാണത്.
അപ്പം അതിനായിട്ട് മാങ്ങയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം നന്നായി തുടച്ച് ചെറുതായി കട്ട് ചെയ്തൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ കായും ഉലുവയും എണ്ണയിൽ വറുത്ത് പൊടിച്ചതെന്ന്, അതുപോലെ തന്നെ ഒരു ചെറിയ ഉണ്ട വെളുത്തുള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തത്, നടുവൊന്ന് കട്ട് ചെയ്തെടുത്തുള്ള വെളുത്തുള്ളിയും. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുളകും പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് കയ്യിലൊന്ന് വെച്ച് ഒന്ന് തിരുമ്മിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അവസാനമായി കുറച്ച് എണ്ണയിൽ കടുക് ഒന്ന് മൂപ്പിച്ചത് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കുക, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈസിയായ മാങ്ങാച്ചാറും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചയൂണ് കറികളെല്ലാം റെഡിയായി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ നാടൻ റെസിപ്പികളുടെ വീഡിയോയുമായി കാണും വരെ ബായ്.